നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ധർമ്മയുദ്ധത്തിൽ ധാരണ. സീറ്റ് വിഭജനം സംബന്ധിച്ച് BJP BDJS ചർച്ചയിൽ ധാരണ. 37 സീറ്റിൽ ധർമ്മജനസേന മത്സരിക്കും. തർക്കമണ്ഡലങ്ങളിലൊന്നായ കോവളം BDJSന് നൽകാൻ തീരുമാനം. പുതുക്കാട് നെന്മാറ സീറ്റുകളിൽ BJP വിട്ടുവീഴ്ചയ്ക്കില്ല. അടുത്ത 2 ദിവസത്തിനകം സഖ്യചർച്ച പൂർത്തിയാക്കുന്ന BJPയിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥികളും സംബന്ധിച്ച അന്തിമ തീരുമാനം മറ്റന്നാൾ ഉണ്ടായേക്കും. പ്രഖ്യാപനം പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൂടി പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം. പൂഞ്ഞാറിൽ ജോർജ് യുദ്ധം. പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥിയായി PC ജോർജിന്റെ സ്വയം പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന് ഇടതുപക്ഷം നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. CPMകാർ ചതിയന്മാരാണെന്ന് കരുതുന്നില്ലെന്നും PC ജോർജ്. LDF പിന്തുണച്ചില്ലെങ്കിലും ഇക്കുറി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ബിഷപ്പുമാർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണോ എന്ന് ഇടതുമുന്നണി തീരുമാനിക്കണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ജോർജിന്റെ വിശദീകരണം. PC ജോർജിന് ടിക്കറ്റ് നൽകരുതെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. PCയുടെ പ്രഖ്യാപനം പൂഞ്ഞാറിൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാൻ CPM നീക്കം തുടരുന്നതിനിടെ പോരാട്ടത്തിലെ പിന്മാറ്റം. CPMന്റെ സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാക്കി വടക്കാഞ്ചേരിയിൽ KPC ലളിതയുടെ പിന്മാറ്റം. തീരുമാനം ആരോഗ്യപരമായ കാരണങ്ങളാലെന്ന് കോടിയേരിക്കുള്ള കത്തിൽ വിശദീകരണം. പ്രതിഷേധങ്ങളെ ഭയമില്ലെന്നും പാർട്ടിയോട് ബഹുമാനമുണ്ടെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ലളിത. വടക്കാഞ്ചേരിയിൽ KPC ലളിതയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ മണ്ഡലത്തിൽ CPM DYFI പ്രവർത്തകർ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം. നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം പ്രാദേശിക എതിർപ്പുകളുടെ പശ്ചാത്തലത്തിലെന്ന് വ്യക്തം. പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി ചേരും. തർക്കം തുടരുന്ന കായംകുളം, ചെങ്ങന്നൂർ, ഇരിങ്ങാലക്കുട, തൃത്താല, ഒറ്റപ്പാലം സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം 3 ദിവസത്തിനകം. പൂഞ്ഞാറിൽ PC ജോർജിന് പകരം ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് നൽകാനും നീക്കം. ബന്ധുവാര് ശത്രുവാര്. അഴിയാക്കുരുക്കിൽ പോലീസിനെ കുഴക്കി കലാഭവൻ മണിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിലേക്ക്. കൊലപാതക സാധ്യത തള്ളിക്കളയാത്ത പോലീസ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കും വിധം മണിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നും തിരയുന്നു. മരണത്തിന് പിന്നിൽ കലാഭവൻ മണിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സൂചന. അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ മണിക്ക് കോടികളുടെ സ്വത്തുകൾ ഉണ്ടായിരുന്നതായി വിവരം. ബിനാമി ഇടപാടുകളും നിരീക്ഷണത്തിൽ. ഇതുവരെ 200-ലധികം പേരെ ചോദ്യം ചെയ്ത കേസിൽ ഉറപ്പായത് മണിയുടേത് സ്വാഭാവിക മരണമായിരുന്നില്ലെന്ന് മാത്രം. ആത്മഹത്യയോ കൊലപാതകമോ എന്നുറപ്പിക്കാനുള്ള വ്യക്തമായ തെളിവുകൾക്കായി വിശദാന്വേഷണം. അതേസമയം മണിയുടെ മരണത്തെ ആത്മഹത്യയാക്കാനുള്ള നീക്കം നിയമപരമായി നേരിടുമെന്ന് സഹോദരൻ രാമകൃഷ്ണൻ. ജാമ്യ ഹർജിയിൽ വിധി നാളെ. കതിരൂർ കേസിൽ P ജയരാജന്റെ ജാമ്യ ഹർജിയിൽ തലശ്ശേരി സെഷൻസ് കോടതി വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. അതേസമയം കാൽമുട്ടിന് നേരുള്ളതിനെ തുടർന്ന് ജയരാജനെ ജയിലിൽ നിന്ന് കണ്ണൂർ ആയുർവേദ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2650 രൂപ, പവൻ 21,200 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.